ഇനി കൊല്ലത്തു നിന്നും അരുൺ രാജ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് ഒരു താരമണ്ഡലമാണ്. ആ രീതിയിൽ തന്നെ കൊല്ലത്തെ കാണേണ്ടതുണ്ട്. ശക്തമായ ഒരു മത്സരം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ നേരിയ എഡ്ജ് നിലവിൽ NK പ്രേമചന്ദ്രൻ ഉണ്ടെങ്കിലും അത് മറികടക്കാൻ സാധിക്കുമെന്ന് M മുകേഷും ഒപ്പം കൃഷ്ണകുമാറും എല്ലാം കരുതുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലേക്ക് ഈ പരസ്യപ്രചാരണം വരുമ്പോൾ എന്താണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ? ഒപ്പം ഇന്നത്തെ കൊട്ടിക്കലാശം അത് എവിടെയായിരിക്കും കേന്ദ്രീകരിക്കുക കൊല്ലത്ത്? പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കൊല്ലത്ത് രാഷ്ട്രീയം അങ്ങനെ ചൂടുപിടിച്ച കാര്യമായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചുമക്കുന്ന കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലതുപക്ഷത്തേക്ക് ചായുന്നു എന്ന ആക്ഷേപമാണ് വളരെ കാലങ്ങളായി തന്നെയുള്ളത്. ഇത്തവണ അതിന് മാറ്റം വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം RSPയെ തന്നെയാണ്. ചവർ മുതൽ ചവറ വരെയുള്ള പാർട്ടി എന്ന് CPM ആവർത്തിച്ച് കളിയാക്കുമ്പോഴും പ്രേമചന്ദ്രൻ എന്ന ഒറ്റ വ്യക്തിപ്രഭാവത്തിൽ ലോക്സഭയിലേക്ക് കൊല്ലത്ത് നിന്ന് തുടർച്ചയായി വിജയിക്കുന്ന RSPക്ക് അത് അഭിമാന പോരാട്ടമായി മാറുകയാണ്. പക്ഷേ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇക്കാലത്തിൽ ഇത്രയും ഇടതുപക്ഷം മുന്നോട്ട് വച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ഈ RSP ഇടതുമുന്നണി ബാന്ധവം ഉപേക്ഷിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് ഈ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളടക്കം വലിയ തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തിയ മണ്ഡലത്തിൽ ഇത്തവണ വളരെ കരുതിക്കൂട്ടിയുള്ള പ്രചരണമാണ് CPM നടത്തിയത്. അതിൽ CPM വളരെ ജാഗ്രത പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം. പ്രേമചന്ദ്രൻ തന്നെയാണ് കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി എന്ന് ആദ്യം മുതൽ തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ മലർത്തിയടിക്കാൻ അല്ലെങ്കിൽ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു CPM ലക്ഷ്യം. അതിന് CPM കണ്ടെത്തിയ മുഖം താരപരിവേഷമുള്ള പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത M മുകേഷ് എന്ന പേരിലേക്കാണ്. M മുകേഷിന്റെ വ്യക്തിപ്രഭാവം അത് പ്രേമചന്ദ്രന്റെ വോട്ടുകളെ മറികടക്കാൻ കഴിയുമെന്ന് CPM കണക്ക് കൂട്ടിയിരുന്നു. അത്തരത്തിലായിരുന്നു ഈ പ്രചരണങ്ങൾ തുടക്കം മുതൽ തന്നെ പോയത്. കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു M മുകേഷിന്റെ പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. മുകേഷ് സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPM അതിന്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചു എന്നുള്ളതാണ് ശരിയായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം പ്രേമചന്ദ്രനും CPMന്റെ സംഘടനാ സംവിധാനവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിനാണ് കൊല്ലം സാക്ഷ്യം വയ്ക്കുന്നത്. അവസാന ലാപ്പിലാണ്, അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് NDA സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർജി കൊല്ലത്തെത്തുന്നത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് കൃഷ്ണകുമാറിന്റെ താരപരിവേഷം അത് NDA കണക്ക് കൂട്ടുന്നത് മുൻ വർഷങ്ങളിൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എത്തിയിട്ട് പോലും 1 ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ പാർട്ടിയാണ് BJP. സ്വാഭാവികമായും കൃഷ്ണകുമാറിലൂടെ ആ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ BJP വോട്ടുകൾ എവിടേക്ക് പോകും എന്നുള്ളതാണ് UDFന്റെയും LDFന്റെയും അവസാന ലാപ്പിലെ കണക്കൂട്ടുകളിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. കാരണം കൃഷ്ണകുമാർ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ M മുകേഷിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീതിയാണ് ഇടതുമുന്നണി നേതൃത്വം ജില്ലയിലെമ്പാടും നൽകിയിട്ടുള്ളത്. അതേസമയം UDF വോട്ടുകൾ മാത്രം മതി തങ്ങൾക്ക് ജയിക്കാൻ എന്ന നിലപാടാണ് NK പ്രേമചന്ദ്രൻ എടുത്തിരിക്കുന്നത്. എന്തായാലും അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചിന്നക്കട റൗണ്ടിലാണ് മൂന്ന് പാർട്ടികളും ഒന്നിക്കുന്നത്. ഈ 3 ഇടങ്ങളിലായി സ്ഥാനാർത്ഥികളെത്തും. അവിടെയായിരിക്കും ആവേശം വാനോളം എത്തുക. ആവേശത്തിനൊടുവിൽ നാളെ നിശബ്ദ പ്രചരണവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആർക്കൊപ്പമാണ് കൊല്ലത്തിന്റെ മനസ്സെന്ന് കാത്തിരിക്കേണ്ടി വരും ജൂൺ 4 വരെ. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്നും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ഷഫീദ് റാവുത്തർ നൽകും വിശദാംശങ്ങൾ.